ഒരു കാര്യം ഇതിനകത്ത് കൺക്ലൂഷനുള്ളൂ. അൻവർ കളവ് പറയുന്നു എന്ന് അൻവർ സമ്മതിക്കുമോ? അൻവറിന് ബോധ്യമുണ്ടോ? അൻവർ കളവാണോ പറഞ്ഞത്? കളവ് പറഞ്ഞിട്ടില്ല എന്ന് 1000 വട്ടം അൻവർ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അൻവറും തമ്മിൽ കോംപ്ലിമെൻറ്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല. ജനാർദ്ദൻ പറഞ്ഞ പോലെ അത് കോംപ്ലിമെൻറ്റ്സ് ആക്കേണ്ട പ്രശ്നമല്ല. അത് ജനങ്ങൾ അറിയേണ്ട പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് പറയുക തന്നെ വേണം. പിന്നെ ഞാനന്ന് ടി വിയുടെ മുമ്പിൽ വരുമ്പോൾ ഞാനന്ന് പറഞ്ഞിരുന്നു, അൻവർ സൂക്ഷിക്കണം, കാരണം ഞാനിത് കുറേ അനുഭവിച്ചതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അൻവർ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ട് ബേജാറായിട്ടാണ് തോന്നുന്നുണ്ട്. പിറ്റേന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി അദ്ദേഹത്തിന് തോക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുഖ്യമന്ത്രിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാം കൂടി കോംപ്രമൈസ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പേടിക്കേണ്ട കാര്യം എന്താണ്? ഈ മടിയിൽ കനലില്ല എന്നൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് കളിയാക്കിയ ആളാണ് അൻവർ. ഭയങ്കരമാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷേ ഒരു നിമിഷം പോലും ഞാൻ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളോട് എന്ന് അൻവർ പറയില്ല, ഒരു കാരണവശാലും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എവിടെ വരെ ഇവർക്ക് പോകാൻ കഴിയും. രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥിതികളും നിയമവും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രമൊന്നുമല്ല. അൻവർ വ്യംഗ്യന്തരേണ ഇന്നലെ സൂചിപ്പിച്ച പോലെ മുഖ്യമന്ത്രി ആയത് ജനങ്ങളാക്കിയിട്ടാണ് എന്ന് പിണറായിക്ക് ഒരു താക്കീത് അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയപ്പോഴുള്ള ആവേശത്ത് പറഞ്ഞതായിരിക്കാം. അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ഇവിടെ മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി മാത്രമല്ല, ADGP മാത്രമല്ല, ഈ രാജ്യത്ത് ഒരുപാട് വ്യവസ്ഥതയുണ്ട്. കുറച്ചൊക്കെ ചിലപ്പോൾ ഭരണകൂടം വേട്ടയാടാൻ ഇറങ്ങിയാൽ സഹിക്കേണ്ടി വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ഒരു കഥാന്ത്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പരിശോധിച്ചാൽ ADGPയെയും അത് എന്താണ് ജസ്റ്റിസ് സുജിത് ദാസിനെയും ADGPയെയും പൂട്ടാനുള്ള തെളിവ് അൻവറിൻ്റെ കയ്യിലുണ്ട്. അൻവറിനെ പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിയെയും അൻവറിനെയും പൂട്ടാനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ സകലമാന നെറികേടുകൾക്കും കൂടെ നിന്നിട്ടുള്ള, അതിനുവേണ്ടി പിന്നാലെ നടന്നിട്ടുള്ള ADGPയുടെയും SPയുടെയും കയ്യിലുണ്ട്. SPയെയും ADGPയെയും അൻവറിനെയും മുഖ്യമന്ത്രിയെയും പൂട്ടാനുള്ള എല്ലാ മരുന്നും ശശിയുടെ കയ്യിലുണ്ട്. അപ്പം എന്തായി? ആര് ശശിയായി? ബാക്കിയുള്ളവരൊക്കെ ശശിയായി. അതാണ് ഇപ്പോൾ അവസാനത്തെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്.